ട്രംപ് ഭരണകൂടം പുതിയൊരു നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. ഇത് യാത്രാവിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഗ്രീൻ കാർഡും മറ്റ് അനുമതികളും ലഭിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ന്യൂയോർക്ക് ടൈംസാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ആഭ്യന്തര രേഖകളനുസരിച്ച് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ഇനി മുതൽ ഒരു വ്യക്തിയുടെ ജന്മനാടിനെ പല ഇമിഗ്രേഷൻ അപേക്ഷകളും പരിഗണിക്കുമ്പോൾ ഒരു പ്രധാന നെഗറ്റീവ് ഘടകമായി കണക്കാക്കാൻ കഴിഞ്ഞേക്കും. ഈ മാറ്റം ഇപ്പോഴും അന്തിമ രൂപത്തിലായിട്ടില്ല. എന്നാൽ ന്യൂയോർക്ക് ടൈംസ് പരിശോധിച്ച രേഖകളിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഈ കരട് നയം അനുസരിച്ച് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പ്രസിഡന്റ് ട്രംപിന്റെ യാത്രാ വിലക്കിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഗ്രീൻ കാർഡുകൾ, അസൈലം, പരോൾ എന്നിവയ്ക്കുള്ള അപേക്ഷകളെ തരംതിരിക്കും. പൗരത്വ അപേക്ഷകൾക്ക് മാത്രമായിരിക്കും ഇതിൽ മാറ്റം വരാത്തത്. കഴിഞ്ഞ ജൂണിൽ ട്രംപ് 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പുതിയ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ പ്രധാനമായും ആഫ്രിക്കൻ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാൻ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൻ ഗിനിയ, എറിട്രിയ, ഹൈതി, ഇറാൻ, ലിബിയ, മ്യാൻമാർ, സൊമാലിയ, സുഡാൻ, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. കൂടാതെ ബറുണ്ടി, ക്യൂബ, ലാവോ, സിയറ ലിയോൺ, ടോഗോ, വെനസ്വേല എന്നിങ്ങനെ 7 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഭാഗികമായ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിലേക്ക് സ്ഥിരമായി വരാനോ ചില പ്രത്യേക വിസകൾ നേടാനോ കഴിയില്ല. എന്നാൽ ഇതിൽ ചില ഇളവുകളും ഉണ്ടായിരുന്നു. ഇതിനകം സാധുവായ വിസകളോ ഗ്രീൻ കാർഡുകളോ ഉള്ളവർ 2026 ലോകകപ്പ് അല്ലെങ്കിൽ 2028 ഒളിമ്പിക്സ് എന്നിവയ്ക്കായി യാത്ര ചെയ്യുന്ന കായിക താരങ്ങൾ, സ്പെഷ്യൽ ഇമിഗ്രന്റ് വിസ പ്രോഗ്രാമിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനികൾ എന്നിവർക്ക് ഈ വിലക്കിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ശക്തമായ സുരക്ഷാ പരിശോധനകളോ വിശ്വസനീയമായ തിരിച്ചറിയൽ രേഖകളോ ഇല്ലെന്ന് ഭരണകൂടം കരുതുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള നിയമപരമായ കുടിയേറ്റം കർശനമാക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പുതിയ നിയമം വരുന്നത്. വർഷങ്ങളായി ഏറ്റവും കുറഞ്ഞ അഭയാർത്ഥി പ്രവേശന സംഖ്യകൾ ഭരണകൂടം പ്രഖ്യാപിച്ചതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഈ നീക്കം. അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടപ്പോൾ പ്രധാനമായും വെളുത്ത വർഗ്ഗക്കാരായ ആഫ്രിക്കക്കാർക്ക് വേണ്ടി ഒഴിവുകൾ സംവരണം ചെയ്തതായി NYT റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്തിടെ ഉണ്ടായ ഒരു ഭീകരാക്രമണത്തിന് ശേഷം ഈ നിയന്ത്രണങ്ങൾ പ്രധാനമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർ വിസ കാലാവധി കഴിഞ്ഞും ഇവിടെ തങ്ങി അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് പരിശോധിച്ച കരട് രേഖകളിൽ പറയുന്നത് ചില രാജ്യങ്ങൾ മതിയായ സുരക്ഷാ പരിശോധനകൾക്ക് ആവശ്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ല എന്നാണ്. മറ്റു ചില രാജ്യങ്ങൾക്ക് പാസ്പോർട്ടുകളോ തിരിച്ചറിയൽ രേഖകളോ നൽകുന്നതിൽ ശക്തമായ സംവിധാനങ്ങളില്ല. ഇക്കാരണത്താൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള രേഖകൾ പരിശോധിക്കാൻ USCISന് ബുദ്ധിമുട്ട് നേരിടുന്നു. ഈ നിർദ്ദിഷ്ട നിയമം അനുസരിച്ച് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഈ രാജ്യത്തെ പ്രത്യേക പ്രശ്നങ്ങളെ അപേക്ഷകനെതിരെയുള്ള ഒരു നെഗറ്റീവ് അടയാളമായി കണക്കാക്കും. ഇത് അമേരിക്കയിൽ ഇതിനകം നിയമപരമായി താമസിക്കുന്നവരെയും യാത്രാ വിലക്ക് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് എത്തിയവരെയും ബാധിക്കും. അതേസമയം USCIS സോഷ്യൽ മീഡിയ പരിശോധനകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ 12,500-ലധികം സോഷ്യൽ മീഡിയ പരിശോധനകൾ പൂർത്തിയാക്കിയതായി ഏജൻസി പറയുന്നു. 2 പതിറ്റാണ്ടിലേറെ USCISൽ പ്രവർത്തിച്ച മൈക്കൽ വെലോർഡെ പറയുന്നതനുസരിച്ച് ദുർബലമായ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രേഖകളുമായി ഏജൻസിക്ക് എപ്പോഴും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ രേഖകളെ ഒരു നെഗറ്റീവ് ഘടകമായി കണക്കാക്കുന്നത് പുതിയതാണ്. ഇത് ഒരു നിശബ്ദ വിലക്ക് പോലെ പ്രവർത്തിച്ചേക്കാം. ഈ നെഗറ്റീവ് അടയാളത്തെ ആളുകൾക്ക് മറികടക്കാൻ കഴിയുമോ, അതോ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇതൊരു മറഞ്ഞിരിക്കുന്ന വിലക്കായി മാറുമോ എന്ന് കാലക്രമേണ മനസ്സിലാകും എന്നാണ് വെലോർഡെ NYTക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്.